ഏറെ കാലത്തിന് ശേഷം മെസ്സി റൊണാൾഡോയും ഒന്നും ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് അല്ലാത്ത ബാലൻ ദിയോറിന് അവസരം ഒരുങ്ങിയിരിക്കുകയാണ്. ആരാണ് ഇത്തവണത്തെ ബാലൻ ദിയോർ എടുക്കുക എന്നൊരു പത്രപ്രവർത്തകൻ മുൻ കൊളംബിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഹാമിഷ് റോഡ്രിഗസിൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഹാമിഷ് റോഡ്രിഗസ് പറഞ്ഞ മറുപടി വളരെയധികം രസകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത്തവണ ബെല്ലിംഗ്ഹാമിനോ അല്ലെങ്കിൽ വിനീഷ്യസ് ജൂനിയറിനോ കിട്ടുമെന്നല്ല, മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത്തവണ ബാലൻ ദിയോർ നേടാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ സാധ്യതയുള്ളത് ഡാനി കാർവഹാലിനാണ് എന്നുള്ളതാണ്. സ്പെയിനിന് വേണ്ടി കളിക്കുന്ന, റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന ഡാനി കാർവഹാലിൻ്റെ ബാലൻ ദിയോർ സാധ്യതകൾ നമുക്ക് അത്ര പെട്ടെന്നൊന്നും തള്ളിക്കളയാൻ സാധിക്കില്ല. എല്ലാവരും ഇത്തവണ ബ്രസീലിലേക്ക് ഏറെ കാലത്തിന് ശേഷം വിനീഷ്യസ് ജൂനിയറിലൂടെ ഒരു ബാലൻ ദിയോർ ലഭിക്കുമെന്നോ അല്ലെങ്കിൽ റോഡ്രിക്ക് ലഭിക്കുമെന്നോ അതല്ലെങ്കിൽ അതിമനോഹരമായ പ്രകടനം കാഴ്ചവെച്ച ബെല്ലിംഗ്ഹാമിന് ലഭിക്കുമെന്നോ ഒക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ കൂടെയും ഇദ്ദേഹത്തിൻ്റെ ഹാമിഷ് റോഡ്രിഗസിൻ്റെ ഈ പ്രതികരണം വളരെയധികം ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തുണ്ട്. കപ്പുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് കളിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാനി കാർവഹാൽ വളരെ മനോഹരമായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു ബെല്ലിംഗ്ഹാമിൻ്റെ സാധ്യതകളെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ളത്. പിന്നെ വിനീഷ്യസ് ജൂനിയറിൻ്റെ കോപ്പ അമേരിക്ക വളരെ മോശമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ കുറഞ്ഞത് എന്നും ഹാമിഷ് റോഡ്രിഗസ് കൂട്ടിച്ചേർത്തു. എനിവേ ഹാമിഷ് റോഡ്രിഗസ് അല്ല ബാലൻ ദിയോർ ആർക്ക് നേടണമെന്ന് തീരുമാനിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ മൊത്തം കണക്കെടുത്ത് നോക്കുക എന്നുണ്ടെങ്കിൽ സ്ഥിതിഗതികൾ നേരെ തിരിച്ചാണ്. മൊത്തം സാധ്യത എടുത്തു നോക്കുമ്പോൾ വിനീഷ്യസ് ജൂനിയറിന് ഏകദേശം 42% ബാലൻ ദിയോർ നേടാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ തൊട്ട് ബാക്കിലുള്ളത് റോഡ്രിയ, ഏകദേശം 35% റോഡ്രിക്ക് ബാലൻ ദിയോർ നേടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെ മറ്റൊരു റയൽ മാഡ്രിഡ് താരമായിട്ടുള്ള ജൂഡ് ബെല്ലിംഗ്ഹാം, ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ടും റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ടും അന്യായ പെർഫോമൻസ് നടന്ന ജൂഡ് ബെല്ലിംഗ്ഹാമിനുള്ളത് ഏകദേശം 15% ചാൻസ്. അതിന് താഴെ മാത്രമേ മറ്റൊരു റയൽ മാഡ്രിഡ് താരമായിട്ടുള്ള സ്പെയിനിന് വേണ്ടി കളിക്കുന്ന ഡാനി കാർവഹാൽ വരുന്നുള്ളൂ. പക്ഷേ കപ്പുകൾ നേടിയ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാലും കളിക്കളത്തിലെ മികവ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഡാനി കാർവഹാലിന് ഒരു മുൻതൂക്കമുണ്ട്. പക്ഷേ കളിക്കളത്തിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വിനീഷ്യസിനും റോഡ്രിക്കും ബെല്ലിംഗ്ഹാമിനും ഒക്കെ തന്നെയാണ് ചാൻസസ് കൂടുതലെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.